ഹലോ, ആദ്യം തന്നെ പറയാം, നല്ല കോൾഡ് അടിച്ചിട്ടിരിക്കുകയാണ്. അതാണ് ശബ്ദത്തിനുള്ള വ്യത്യാസമുള്ളത്. അത്യാവശ്യം ചുമയൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്. ശരിക്കും ഒരു വിളവെടുപ്പ് വീഡിയോ ആണ്. എന്ത് വിളവെടുപ്പാന്ന് ചോദിച്ചാൽ ദേ മേളിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ? അപ്പോൾ ആദ്യം ഒരു വീഡിയോ ആക്കണ്ടെന്ന് വിചാരിച്ചു, കാരണം പലപ്പോഴും ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ കുറച്ച് എടുത്തു കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് ഒരു കുഞ്ഞു വീഡിയോ ആക്കിയിട്ട് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന്. അപ്പോൾ ഈ റംബൂട്ടാൻ്റെ വീഡിയോസ് പലപ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ട്. N18 ഇന്നത്തിലുള്ള റംബൂട്ടാനാണ്, കുറേ അധികം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതിൽ പലപ്പോഴും വിളവെടുപ്പ് കാണിക്കുമ്പോൾ ഞാൻ കാണിച്ചിരുന്നത് ആ വീടിൻ്റെ കണ്ടോ, ആ വീട്ടിൻ്റെ മേളിലേക്ക് മൊത്തം പടർന്നു കിടന്നിട്ട് ഒരുപാട് കായുണ്ടാവുമായിരുന്നു. അപ്പം അവിടെ പോയാണ് ഇതിൻ്റെ വിളവെടുപ്പൊക്കെ ചെയ്തിരുന്നത്. ഇപ്പം എന്തായാലും ആ വീട്ടിൽ ആളില്ല. പിന്നെ അവരുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് അങ്ങോട്ടുള്ള ആ മൊത്തം ബ്രാഞ്ചസ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടിയും വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഇതിൽ കായൊന്നും ഉണ്ടായില്ല. റംബൂട്ടാൻ അങ്ങനെയായിട്ട് നമ്മൾ ഹാർഡായിട്ട് പ്രൂവ് ചെയ്യുവാണെങ്കിൽ പിന്നെ ഒരു വർഷം ചെറിയൊരു വാശി കാണിക്കും, കായൊന്നും ഉണ്ടാവില്ല. ഇപ്രാവശ്യം എന്തായാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ വിളവുണ്ടായിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് പഴുത്തിട്ടുമുണ്ട്. ഇനി ഞാൻ പലപ്പോഴും പറയാറുണ്ട്, റംബൂട്ടാൻ നേരത്തെ പറിച്ചു വെക്കുകയാണെങ്കിൽ പഴുക്കില്ല, അവിടെ നിന്ന് ചീഞ്ഞു പോകും. എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഴുത്തതിന് ശേഷമാണ് ഞാൻ വിളവെടുക്കാറുള്ളത്. പിന്നെ പലരും എന്നോട് പറയാറുണ്ട്, റംബൂട്ടാൻ ഉണ്ടാകുമ്പം തന്നെ ഫുള്ള് നെറ്റിട്ട് കവർ ചെയ്തില്ലെങ്കിൽ മൊത്തം പക്ഷികളും വാവലും ഒക്കെ കൊണ്ടുപോകുന്നു. അപ്പോൾ അതിലും ഞാൻ വലിയ റെസ്ട്രിക്ഷൻ ഒന്നും വെക്കാറില്ല. കുറച്ച് പക്ഷികൾ കൊണ്ടുപോയിട്ടെന്ന് തന്നെ കരുതും. ഇതുവരെ നെറ്റിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ നോക്കിയാൽ മനസ്സിലാവും, ഒരു കായ്ക്കും കേടില്ല. ഒരുപാട് കായ ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടെ കുറേ നിന്ന് എടുക്കുമായിരുന്നു, ബാക്കിയുള്ളത് എടുക്കാൻ പോവാണ്. എന്നാലും ഇന്ന് ഈ ഒരു പാത്രം നിറയെ റംബൂട്ടാൻ എടുക്കാൻ്റെ പരിപാടിയിലാണ്. ഇതിനെക്കൊണ്ട് ബാക്കി എടുക്കണമെങ്കിൽ ആ വീട്ടുകാരുടെ പെർമിഷൻ മേടിച്ചിട്ട് അതിൻ്റെ മേളിൽ പോയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. തൽക്കാലം ഇവിടെ നിന്നുകൊണ്ട് എടുക്കാവുന്ന ഫ്രൂട്ട്സ് എല്ലാം എടുക്കേണ്ട പരിപാടിയിലാട്ടോ. നമ്മുടെ തോട്ട റെഡിയാണ്. തോട്ടിയോ? അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഈ ഫ്രൂട്ട്സ് എടുക്കുമ്പോഴൊക്കെ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എവിടെ നിന്ന് വാങ്ങി, എത്ര രൂപയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ കുറച്ച് കുഞ്ഞു വീഡിയോ, ഷോർട്സ് വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. തൽക്കാലം നമുക്ക് വിളവെടുപ്പ് ചെയ്യാം. ഒരു സംഭവം ഉണ്ടായേ. ഞാൻ പറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആദ്യം വെച്ചിരുന്ന ആ ബാസ്ക്കറ്റില്ലേ, അതിൻ്റെ കൈ തട്ടി അപ്പുറത്തേക്ക് പോയി. എന്തായാലും വേറെ എണ്ണം കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം എടുത്തിട്ട് മതിൽ ചാടി ഒന്ന് പോയി എടുക്കേണ്ട പരിപാടിയിലാണ്. എന്തായാലും കുറച്ച് എടുക്കാം നമുക്ക്. അപ്പോൾ അതേ കുറേ സമയത്തെ പരിപാടികളുടെ അവസാനം നമ്മൾ എടുത്തിരിക്കുന്ന റംബൂട്ടാൻ്റെ ഇത്രയാണ്. കണ്ടോ? യെസ്, നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് അപ്പുറത്ത് മതിലിൻ്റെ അപ്പുറത്തേക്ക് വീണ് പോയി. എടുത്തിട്ടില്ല, എന്നാലും കിടക്കട്ടെ. എനിക്ക് എന്തായാലും മതിൽ ചാടാൻ വയ്യ കേട്ടോ. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു N18 നല്ല അടിപൊളി റംബൂട്ടാനാണ്. ഇത് കുരുവിൽ തിരിയും പിടിച്ചിരിക്കില്ല കേട്ടോ. യെസ്, നല്ല ജ്യൂസിയാണ്, തെറിക്കുന്നു പൊട്ടിക്കുമ്പോൾ തന്നെ. കേട്ടോ, ഇങ്ങനെ ഉണ്ടാവും അകത്ത്. എന്തായാലും പൊട്ടിച്ചല്ലോ, ഞാൻ കഴിച്ചു നോക്കാം കേട്ടോ. നല്ല ജ്യൂസ് ഉണ്ടോ? ഒരു അമ്മയോ ഇത് പറഞ്ഞ കഴിച്ചാൽ നിർവൂല കേട്ടോ. ഇതിൻ്റെ കുരു കണ്ടോ, ഫുള്ളായിട്ട് അതിന് വിട്ടുപോകും. അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഏതായാലും
ഇത്തവണത്തെ റംബൂട്ടാൻ വിളവ് ഇത്ര മാത്രമാണ്. ബാക്കി ഞാൻ പിന്നെ എടുത്തോളാം. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.